നീ നമ്മളോട് ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് ചെറുതല്ലേടാ. അതെ അതെ. പിന്നെ അളിയ കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ? കുപ്പിയൊക്കെ ഉണ്ട്. നിന്റെ അമ്മയും അമ്മാവനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂ? അതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞ് പെർമിഷൻ ഒപ്പിച്ചോളാം. ഇപ്പൊ വേണ്ട, ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് മതി. അല്ലേലും ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫംഗ്ഷന് മുമ്പ് നിനക്ക് തന്നാ നീ എന്തൊക്കെ കാണിച്ചു വിട്ടൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ പണ്ടല്ലടാ. പിന്നെ പണ്ട് അവസാനം നമ്മളൊന്ന് കൂടി ഓർക്കുന്നുണ്ടോ? അന്ന് നീ അവിടെ ഒപ്പിച്ചു വെച്ച പുകിലൊക്കെ എന്റെ പൊന്ന് ദീപക്കെ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. അതൊക്കെ എന്റെ ഒരു തമാശയല്ലടാ. അല്ലെങ്കിലും ദീപകിന് എന്ത് തമാശയാവല്ലോ. ആഹാ, പഴയ കൂട്ടുകാരെല്ലാരും ഉണ്ടല്ലോ. ആന്റി, നമ്മുടെ ദീപകിന്റെ വിവാഹമൊക്കെ അല്ലേ? ദീപക് തലേന്ന് തന്നെ ഇവിടെ എത്തണമെന്ന് പറഞ്ഞിരുന്നു. ആയിക്കോട്ടെ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആവശ്യമില്ലാത്ത ഒരലമ്പ് ഒപ്പിച്ചേക്കരുത്. ആന്റി എന്ത് വർത്താനമായി പറയണേ? ഇവൻ ഞങ്ങളെ നിർബന്ധിച്ചതാ പാർട്ടി തരാൻ, ട്രീറ്റ് തരാന്നൊക്കെ പറഞ്ഞ്. ഞങ്ങള് വേണ്ടെന്നല്ലേ ഇവനോട് പറഞ്ഞത്, അല്ലടാ ദീപക്കെ? അതെ. ഞാൻ വിശ്വസിച്ചു. ദേ, എന്തെങ്കിലും എൻജോയ്മെന്റ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊക്കെ ഫംഗ്ഷൻ കഴിഞ്ഞ് മതി. ശരി ആന്റി. പിന്നെ എല്ലാം നോക്കിയും കണ്ടും വേണം, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അമ്മേ, ഋതിക എവിടെ? അവള് റെഡിയാവുന്നടാ. ദേ, നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്യേ. ഇവനെ നന്നായിട്ടൊന്ന് ഒരുക്കി സുന്ദര കുട്ടപ്പനാക്കി കൊണ്ടുവാ. അത് ഞങ്ങൾ ഏറ്റു ആന്റി. ശരി. ആ, നിന്റെ പെണ്ണെന്ത് പറയുന്നു? അമ്മ പറഞ്ഞ കേട്ടില്ലേ, അവള് മേക്കപ്പ് ചെയ്യോളാം. അറിയാ, അവസാനം നീ ഒപ്പിച്ചെടുത്തു അല്ലേ? എന്തൊപ്പിച്ചെടുത്തെന്ന്? എടാ, നീ നടന്ന കാര്യത്തെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അതോർത്ത് നീ വിഷമിക്കുകയും വേണ്ട. ആദ്യം നിന്റെ വിവാഹ നിശ്ചയ ദിവസം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ വേലക്കാരൻ നിന്റെ പെണ്ണിനെയും കൊണ്ട് പോവില്ലായിരുന്നു. ഞങ്ങൾ അവന്റെ കയ്യും കാലും തല്ലിയൊടിച്ചേനെ. ഇത്തവണയും ചിലപ്പോ വിവാഹത്തിന് മുമ്പ് അവന്റെ കയ്യും കാലും തല്ലിയൊടിക്കേണ്ടി വരൂടാ. അവനിപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ അല്ലയാ? പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഇതുവരെ ഇല്ല. പക്ഷെ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാ എനിക്കൊരു സമാധാനം ഇല്ലാത്ത. നീ പേടിക്കണ്ടടാ, ഞങ്ങളിവിടെ ഇല്ലേ?